ഹായ് ഓൾ, ദിസ് ഇസ് എൻ ഈവനിങ് വ്ലോഗ്. സ്കൂളിൽ നിന്ന് വന്ന പാടെ തന്നെ ജെൻചേച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു. ഡാഡിയുടെ ബർത്ത്ഡേ ഇന്ന് പുറത്തു പോയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത് ഓൾ സ്പൈസസ് ആണ്. ആലൻ എത്താനായിട്ട് ലേറ്റ് ആവും. കിറ്റിലുണ്ടായിരുന്ന ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കഴുകിയിട്ട് ചായയും പാലും ഒക്കെ ഞാൻ റെഡിയാക്കി. നിലു അമ്മയും കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇങ്ങ് എത്തിയിട്ടില്ല. ലൈറ്റ് പോകുന്നതിന് മുമ്പേ ജഗതിയെ പോലെ പാൻറ് കാണിക്കാൻ വന്നതാണ് ഞാൻ. 7 മണിയാകുമ്പോൾ വെട്ടമൊക്കെ അതിന്റെ പാട്ടിന് പോവും. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പിന്നെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. തേച്ചപ്പോൾ ഈ പോക്കറ്റ്സ് ഒക്കെ നല്ലപോലെ തേക്കാത്തത് കൊണ്ടാണ് അവിടെ ചുളുങ്ങിയിരിക്കുന്നത്. ഇത് ജീൻസിന്റെ ക്ലോത്ത് അല്ല, കുറച്ച് കട്ടിയുള്ള എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ്. ഒരു തവണ ബാഗി ജീൻസോ കാർഗോ പാൻസോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലിം ഫിറ്റ് ടൈറ്റ് ഫിറ്റ് ജീൻസിലോട്ടൊക്കെ പോകുന്ന കാര്യം പിന്നെ പാടാണ്. വീണ്ടും തിരിച്ചകത്ത് തന്നെ പോയി ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഷൂസ് ഞാൻ പ്രോപ്പറായിട്ട് ഇടാത്തത്. അങ്ങനെ 7 മണിയായപ്പോഴേക്ക് ആലൻ എത്തി. ഞങ്ങൾ റെഡിയായിട്ട് ഓൾ സ്പൈസസിലേക്ക് ഇറങ്ങുവാണ്. നിലുവിന് അമ്മ പാലൊക്കെ കൊടുത്തു. പക്ഷെ ആൾക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇത് ക്യാരം ബോർഡ് കളിക്കാർ ഇപ്പോൾ ക്യാരം ബോർഡ് വെക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുന്ന സ്റ്റാൻഡാണ്. മഴയായി കഴിഞ്ഞാൽ അതും നശിച്ചു പോവില്ലേ. അങ്ങനെ അതെടുത്ത് പോർച്ചിലേക്ക് വെച്ചിട്ട് രണ്ടെണ്ണത്തിനെയും വണ്ടിയിൽ കയറ്റി ഞങ്ങളെന്തേ ഇറങ്ങി. കഴിഞ്ഞ തവണ ഡാഡയുടെ സപ്തതി ആഘോഷത്തിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെസ്റ്റിനേഷൻ തീംഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇതൊരു വീടായിരുന്നു, ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണെന്നാണ് ഞാൻ കേട്ടത്. ഒരു രക്ഷയില്ലാത്ത വീട്, നൊസ്റ്റാൾജിയയുടെ അങ്ങേയറ്റം. ഞങ്ങളിരുന്നത് നീണ്ടകരയിലാണ്. ഇരവിപുരം, മയ്യനാട്, അങ്ങനെ ഇതുപോലെ ഓരോ സ്ഥലപ്പേര് വെച്ചിട്ടാണ് ഓരോ റൂംസും. ഞങ്ങൾ എല്ലാവരും എത്തിയിട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്ത് ജെൻചേച്ചി ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഡെല്ലയുടെ വക കൊല്ലത്തിന്റെ കഥയൊക്കെ കേട്ടു. നീണ്ടകരയെ കുറിച്ച് പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ. ചേച്ചി എത്തിയിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഓണത്തിൻ്റെ ഇടയ്ക്ക് പൊട്ട് കച്ചവടം പോലെ അവിടെ കേക്ക് കട്ടിംഗ് ആണെങ്കിൽ ഇവിടെ കുറച്ച് പേര് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തവണയായിട്ട് 4 പോർഷനാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇവരിരുന്ന് ഓർഡർ ചെയ്തത്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് പ്രോൺസും പിന്നെ സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു. മഷ്റൂം സൂപ്പ് തീരെ സ്പൈസി അല്ലാത്തതുകൊണ്ട് പ്രോൺസിന്റെ കൂടെ കിട്ടിയ സോസ് ഞാൻ എടുത്ത് സൂപ്പിൽ കലക്കി മിക്സ് ചെയ്ത് കഴിച്ചു. കഴിക്കുന്നതിന്റെ ഇടയിൽ ഇവൻ ഉറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് ആ കണ്ണിൽ നോക്കിയാലും മനസ്സിലാവും. ഈ സാലഡിലുള്ള ചിക്കൻ പീസാണ് അവൻ അങ്ങനെ എടുത്ത് കഴിച്ചത്. നല്ല ടെൻഡർ ചിക്കൻ ആയിരുന്നു. പെപ്പറോണി പിസ്സ, മൺട്രോ തുരുത്ത് പ്ലേറ്റർ, കിഴി പൊറോട്ട, മട്ടൺ റോസ്റ്റ്, പാലപ്പം, ഇടിയപ്പ പാൽപുട്ട്, പിന്നെ ദേ ഈ ഒരു ചാകരവെള്ളവും ചെമ്മീനും കണവയും പിന്നെ ഏതോ ഒരു മീൻ വറുത്തതുമാണ് അതിനുള്ളിൽ. ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് നാനയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇവിടെയുള്ള ചെറിയ ബേക്കറിയിൽ പോയി കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരെല്ലാവരും കൂടെ കഴിച്ചു. നില ഉറങ്ങിപ്പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഉത്സാഹിച്ച് അവനെ കൊണ്ട് കുറച്ച് ചിക്കൻ്റെ പീസസും ഒരു പുഴുങ്ങിയ മുട്ടയും കുറച്ച് സൂപ്പും കഴിപ്പിച്ചിട്ടുണ്ട്. കുത്തി നിർത്തിയ ക്യാമറമാനെയും എടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞ് ആദ്യം മമ്മീൻ്റെ അടയിൽ ഇറങ്ങി, പിന്നെ ചേച്ചിയും ചേട്ടനും കുട്ടികളും, പിന്നെ ഞങ്ങളും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.